ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന നല്ല ചട്നിപ്പൊടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് മുളക് ചേർക്കാം. എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഇത് ഒരു 2 തണ്ടോളം കരിവേപ്പില ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ എപ്പോഴൊക്കെ ചട്നി അരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ടിരിക്കും. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് കടലപ്പരിപ്പ് അതിലേക്ക് ചേർക്കാം. അതേ തന്നെ പാനിൽ ചേർത്ത് കൊടുക്കാം. കൂടെ അതേ അളവിൽ തന്നെ ഉഴുന്ന് പരിപ്പ് മുഴുവൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് ചേർക്കാം. ഇതിനെയും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചവാസനയൊക്കെ മാറണമല്ലോ, കടലയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ തുടർച്ചയായിട്ട് ഇളക്കി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുവിധം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ള് വെളുത്ത എള്ള് ഏതാണെങ്കിലും നമുക്കിതിന് ചേർക്കാം. എള്ളിങ്ങനെ ചൂടോടെ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിയൊക്കെ വരും. അത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതുപോലെ കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പെട്ടെന്ന് ചൂട് പിടിക്കാതെ കരിയാതിരിക്കും. ഇനി അതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കായമാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്താൽ മതിയാകും. ഇത് നമ്മൾ വാങ്ങി വെക്കാറാകുമ്പോൾ പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ കൂടുതൽ അവിടെ ചീനച്ചട്ടിയിൽ കിടന്നത് മൂപ്പ് കൂടാനിടയുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഇതിന് നന്നായിട്ട് തണുത്ത് വരുന്നവരെ വയ്ക്കണം. ചൂടെല്ലാം ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല അത്ര അങ്ങ് പൊടിയാവണമെന്നില്ല, സോഫ്റ്റ് ആവണമെന്നില്ല. ചെറിയ തരിയോടുകൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പൊടിച്ചപ്പം ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയായിട്ട് കിട്ടും. ഇത്രയും മതിയാവും. ചെറിയ തരിയുണ്ട്, തീരെ അങ്ങ് പൗഡറും അല്ലാത്ത രീതിയിലെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിപ്പൊടി ഇതുപോലെ തയ്യാറാക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു ബോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.